ചില കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അവർ ബിഹേവ് ചെയ്യുന്നത് സൊമാറ്റോ ഡെലിവറി ബോയ് അല്ലെങ്കിൽ സ്വിഗ്ഗി ഒരു ചീപ്പ് മെൻറ്റാലിറ്റിയോട്. പക്ഷേ ചിലവരാണെങ്കിൽ നല്ലൊരു അപ്രോച്ച്മെൻ്റ് ആയിരിക്കും. അവരുടെ ഒരു ചിരി കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ചിരി കിട്ടാതെ വരുമ്പോൾ ചിലവർ കോളേജിൽ പഠിക്കുന്ന പയ്യന്മാർ ഈ ചില ടൈം പാസ് അറിയും. പക്ഷെ ചിലവർ നിവൃത്തികേട് കൊണ്ട് ഇതിൽ ഇറങ്ങാറുണ്ട്. ഒരിക്കലും സംശയിക്കാൻ പറ്റില്ല. രാവിലെ 7 മണിക്കാണെങ്കിൽ രാത്രി 2 മണി വരെ അവർക്ക് ജോലി ചെയ്ത് കൊടുക്കും. പക്ഷെ നമ്മളെ ഒരു കിലോമീറ്റർ വേദന അവർ ഇന്ന് വരെ നമ്മളെ ഒരു മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമരം നടത്തുന്നുണ്ട്. നമ്മളുടെ ബേസ് പേ കൂട്ടാനും അതുപോലെ നമുക്ക് തരുന്ന ഏണിങ്സിൽ വ്യത്യാസം ഉണ്ടാകാനും വേണ്ടിയാണ്. ഇപ്പോൾ തരുന്ന ഏണിങ്സിൽ അത്ര നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. Bikes running very difficult. Body tired, can't control the clutch and brake and accelerator. So facing sometimes difficulty. Without we are not educated. Okay. Without facing problem, we can't earning money. Not this job, some other jobs. We are not higher educated. So expecting comfortable, easy job. So this life survives need to money. They have family. Going God's blessing, supporting us. Going difficult. ഗിഗ് എക്കോണമി എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുന്നത്, ഇറ്റ്സ് നോട്ട് എ പെർമനന്റ് സ്ട്രക്ചർ, ഇറ്റ്സ് നോട്ട് എ പെർമനന്റ് ഇൻഡസ്ട്രി. പീപ്പിൾ കം ആൻഡ് ഗോ. സ്റ്റുഡൻസ് പഠിത്തത്തിൻ്റെ കാലത്ത് മാത്രം ജോലി ചെയ്തിട്ട് പോകാറുണ്ട്, അങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷേ അതേസമയം ഇതിനെ മാത്രമേ ഒരു ലൈവ്ലിഹുഡായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട്. 2 രീതിയിലുമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് രണ്ടായിട്ട് കണക്കെടുക്കണോ വേണ്ടയോ എന്ന കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. ഇതിലെ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഗിഗ് ഇക്കോണമി എന്ന് പറയുന്നത് ഈ ലോകത്തേക്ക് തന്നെ പുതിയ ഒരു വിഷയമാണ്. From what I understand, gig economy has become a bit of a challenge all over the world. കമ്പനി ലാഭം മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മുടെ ഈ സ്റ്റാഫുകളുടെ കാര്യം ഒരിക്കലും ചിന്തിക്കുന്നേ ഇല്ല. സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും അത് ഏത് ഡെലിവറി സ്റ്റാഫായിരുന്നാലും ചിന്തിക്കുന്നേ ഇല്ല. സാധാരണയായിട്ട് ഞാൻ ബൈക്കിലാണ് പോകുന്നത്. ഇതിൽ എനിക്ക് എന്ത് സേഫ്റ്റി എന്ന് അറിഞ്ഞുകൂടാ. ഒരു ഹാൻഡിൽ പിടിക്കുകയോ തിരിക്കുകയോ മറിക്കുകയോ ചെയ്താൽ ഇതിൽ നിന്ന് അപകടം സംഭവിച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ കിടക്കാനേ പറ്റുള്ളൂ. ഇവർ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ക്ലെയിം മാത്രമേ നമുക്ക് വെച്ചിട്ടുള്ളൂ. നമ്മൾ അഥവാ ഒരു ആക്സിഡൻറ്റ് പറ്റി നമ്മളവിടെ കിടക്കുകയാണെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കാൻ പോലും ഇവർ കാണില്ല. കാരണം അത്രയും ദിവസത്തെ വേദന നമുക്ക് ഇവർ തരുന്നില്ല. അതായത് നമ്മൾ ഇനി എന്നാണോ ജോലിക്ക് വരുന്നത് അന്ന് നമുക്ക് വരാം. അതായത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്ന 2 ലക്ഷം രൂപ ഞങ്ങൾക്കുണ്ട്. അത് ഹോസ്പിറ്റലൈസ് മാത്രം. ഡെത്തായി പോയാൽ 10 ലക്ഷം രൂപ കിട്ടും. ഇത് തന്നെയാണ് അവരുടെ ഇൻഷുറൻസ് പോളിസി നമുക്ക് വെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് കിടന്നു പോയ ഒരു 6 മാസം കിടന്നു പോയാൽ നമുക്ക് ഇവർ ഒരു സഹായവും ഞങ്ങൾക്കില്ല. ഈ മേഖലയിലുള്ളവർ എംപ്ലോയർ എന്ന റിലേഷൻഷിപ്പ് തന്നെ റെക്കഗ്നൈസ് ചെയ്യാത്തത് കൊണ്ട് ആക്ച്വലി അവർക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ്സോ ഒന്നും മിക്കവാറും ഉണ്ടാവാറില്ല. എന്നാൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ചില കേസസിൽ ഇൻഷുറൻസും അവരുടെ മെഡിക്കൽ ഇങ്ങനെ ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കവർ ചെയ്യുന്നതായിട്ട് മാനേജ്മെൻറ്റ് തരപ്പിൽ നിന്ന് വിവരമുണ്ട്. എന്നാലും ഈ ക്ലെയിംസ് എല്ലാം തന്നെ ഞങ്ങൾ വളരെ വിശദമായ ഒരു അന്വേഷണം ഈ രംഗത്തിനെ കുറിച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൊറോണ സമയത്താകുമ്പം പുറത്തിറങ്ങത്തില്ലായിരുന്നു. നമുക്കാണത് കൂടുതൽ ബെനിഫിറ്റ്. കാരണം നമ്മൾ ഫുഡിൽ വരെയല്ലേ. അപ്പോൾ നമുക്കാണത് കൂടുതൽ ബെനിഫിറ്റ്. ഫ്ലാറ്റുള്ളവർക്കും വീടായാലും നമുക്കാണത് കൂടുതൽ ബെനിഫിറ്റ് വരുന്നത്. നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് 10 മണിക്കൂർ വർക്കാണുള്ളത്. എന്നിരുന്നാലും ഹൈ ഓർഡർ സമയമായിരുന്നു. ആ സമയത്തും ഓൺലൈൻ മാത്രമാണ് എല്ലാവരും ആശ്രയിച്ചിരുന്നത്. ആ സമയത്താണ് സ്വിഗ്ഗിയും സൊമാറ്റോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കയറി വരുന്നത്. അതുവരെ അവർ ഡൺ മാർക്കറ്റിംഗ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം അവർ ഓൺലൈനിൽ മികച്ച രീതിയിൽ ട്രിവാൻഡ്രം അവരുടെ കൈക്കുള്ളിലായി. അന്നത്തെ റേറ്റും ഇന്നത്തെ റേറ്റും വളരെ വ്യത്യാസമുണ്ട്. അന്ന് നമുക്ക് 5+7 കിലോമീറ്റർ പോയാൽ നമുക്ക് ഏകദേശം 45 രൂപ 50 രൂപ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഇന്ന് നമ്മൾ 7 കിലോമീറ്ററിന് മേലെ പോയാൽ നമുക്കിപ്പോൾ 30-32 രൂപയാണ് കിട്ടുന്നത്. അതായത് അതിനേക്കാളും നമുക്ക് കിലോമീറ്റർ ബേസിലെ പൈസ അവർ കുറച്ചിരിക്കുകയാണ് ചെയ്തത്, കൂട്ടിയിട്ടില്ല. അതേസമയം പെട്രോൾ ഇൻക്രീസ് ആയി. നമ്മൾ സ്വിഗ്ഗിയിൽ കയറുമ്പോഴത്തേക്ക് തന്നെ 65 രൂപയായിരുന്നു. ഇപ്പോൾ 110 രൂപയിൽ നിൽക്കുകയാണ്. എന്നിട്ടും ഇതുവരെയായിട്ട് യാതൊരു മാറ്റവും ഇല്ല.
പെട്രോളിന് വില കൂടുന്നതനുസരിച്ച് നമുക്കുള്ള ഏണിങ്സ് കുറവാണ്. പെട്രോളിനനുസരിച്ചുള്ള ഏണിങ്സ് നമുക്ക് കിട്ടുന്നില്ല. പെട്രോളിൻ്റെയോ പിന്നെ പെട്രോളിനുള്ള അലവൻസ് ഒന്നുമില്ല. മുമ്പ് പെട്രോളിന് കൂടുന്നതനുസരിച്ച് ഒരു അലവൻസ് ഉണ്ടായിരുന്നു, അത് അവിടെ എടുത്ത് മാറ്റി. ഇപ്പോൾ കിലോമീറ്റർ അനുസരിച്ചുള്ള റേറ്റ് വളരെ കുറവാണ്. ഓരോ കിലോമീറ്ററിന് 5 രൂപ വെച്ച് അങ്ങനെയാണ് തരുന്നത്. ഇപ്പം ബേസ് പേ എന്ന് പറഞ്ഞാൽ 25 രൂപയാണ്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമരം നടത്തുന്നുണ്ട്. നമ്മളുടെ ബേസ് പേ കൂട്ടാനും അതുപോലെ നമുക്ക് തരുന്ന ഏണിങ്സിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകാനും വേണ്ടിയാണ്. 5 രൂപ എന്നാണോ സ്വിഗ്ഗി സ്റ്റാർട്ട് ചെയ്തത്, അതേ 5 രൂപയാണ് ഇന്നും 2023 നിൽക്കുന്നത്. 2018 ലോഞ്ചായ കമ്പനിയാണ് ട്രിവാൻഡ്രത്ത്. അവർ ഇന്നും ആ ലെവലിലാണ് നിൽക്കുന്നത്. ഇന്ന് വരെയായിട്ട് അവർ 5 രൂപ എന്ന് പറയുന്ന സംവിധാനം മാറ്റിയിട്ടില്ല. അതിന് നമ്മളിപ്പോൾ ഒരു കേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ലേബർ ഓഫീസിലെ ഒരു പെറ്റീഷനൊക്കെ നമ്മൾ ഫയൽ ചെയ്ത് സർക്കാരുമായിട്ട് ഇവർ ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ അവർ വന്നിട്ടില്ല. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഇവർ കഴിഞ്ഞ ആഴ്ച വരേണ്ടതായിരുന്നു, എന്നിട്ടും വന്നിട്ടില്ല അവർ. അപ്പോൾ അവരിങ്ങനെ നമ്മളെ മാറ്റിക്കൊണ്ട് കളിപ്പിക്കുകയാണ്. ഈ 5 രൂപ എന്ന് പറയുന്ന സംഭവം നമുക്ക് മാറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ ലേബർ കമ്മീഷണറേറ്റ് ഇതിനു വേണ്ടി എന്താണ്, ഏത് രീതിയിൽ ഇത് റെഗുലറൈസ് ചെയ്യാൻ പറ്റും, വെൽഫെയറിനെ നോക്കാതെ ഇതിൽ ചൂഷണം ഉണ്ടെങ്കിൽ ആ ചൂഷണം ഒഴിവാക്കാനും ആ ചൂഷണം ഇനിയും അത് സംഭവിക്കാതെ രീതിയിൽ എങ്ങനെ ഗവൺമെൻറ് ഇതിനെ റെഗുലറൈസ് ചെയ്യണം എന്ന കാര്യത്തിൽ ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ചെയ്യുന്ന പഠനം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ആക്ടും കൂടി കേരള സർക്കാർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആ ആക്ടിൽ ഇങ്ങനെയുള്ള റെഗുലറൈസേഷനുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.